യുണീക്ക് ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. എല്ലാം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ്. എനിക്ക് പൊതുവെ വളരെയധികം ഇഷ്ടമുള്ളതാണ് ഇതുപോലത്തെ ഡിസൈൻസ്. കാരണം അത് ഒരുപാട് കോമൺ ആയിരിക്കില്ല, യുണീക്ക് ഫീൽ തന്നെ ഉണ്ടാകും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡിസൈൻ ഞാൻ ഇട്ടിരിക്കുന്നതും അവൈലബിൾ ആണ് കേട്ടോ. ഞാനിത് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാനതങ്ങ് സ്റ്റിച്ച് ചെയ്തിട്ടതാണ്. അപ്പോൾ അങ്ങനെ ഇതും വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ അതുപോലെ ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതാണെങ്കിൽ ലിനൻ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ളതാണ്. നല്ലൊരു കളർ കോമ്പിനേഷനാണ്, നല്ലൊരു യെല്ലോ ആണ്. യെല്ലോയുടെ കൂടെ തന്നെ യോക്കിലേക്ക് ഇതിന് ആപ്ലിക് വർക്ക് പോലെ ഫാബ്രിക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഹാൻഡ് വർക്ക് ഡീറ്റെയിലിങ്ങും ഹൈലൈറ്റിങ്ങും ഒക്കെ വന്നിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്നതിൻ്റെ ഷാൻഡോൺ ഫാബ്രിക്കിലാണ്. ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത് പ്യുവർ ലിനനിലാണ്. അതിലോട്ട് ആ ഒരു കളർ കോമ്പിനേഷൻ വളരെ ഭംഗിയായിട്ടുണ്ട്. ആ സ്ട്രൈപ്സ് ഓൾട്ടർനേറ്റ് ആയിട്ട് വന്നിട്ട് ഫ്ലോറൽ ഡിസൈൻ ആയിട്ട് വന്നേക്കുന്ന ആ ഒരു കോമ്പിനേഷൻ നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ 4 കോർണറിലായിട്ട് ടാസൽസ് ഇതിൻ്റെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ഈ ഒരു ഡിസൈനിൽ നമുക്ക് 2 കളേഴ്സ് അവൈലബിൾ ആണ്. ഇത് വന്നിരിക്കുന്നത് നല്ലൊരു റാണി പിങ്ക് ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതിലേക്ക് നെക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഓവർലാപ്പ് വി കോളർ പാറ്റേണിലാണ് ഇതിലോട്ട് വന്നിരിക്കുന്നത്. നമുക്കതല്ല കോളർ പാറ്റേൺ വേണ്ടെങ്കിൽ ഓവർലാപ്പായിട്ട് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. നെക്കിലേക്ക് ഇതിലോട്ട് എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്, ഹാൻഡ് വർക്കായിട്ട് ഹൈലൈറ്റിങ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഒരു ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഇതിലുള്ള പ്രിൻറ്റിങ് പാറ്റേൺ ആണ്. സിഗ്സാഗ് ഡിസൈനും താഴോട്ട് ഫ്ലോറൽ പാറ്റേണും പിന്നെ ആ ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക്, ചെറിയ പേൾ വർക്കായിട്ട് അത് ഹൈലൈറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡും അതേപോലെ തന്നെയാണ്, ആ ഒരു ഡിസൈനിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ പാറ്റേൺ വന്നേക്കുന്നത്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതുപോലെ, ഇതൊരു സെമി സിൽക്ക് ഫാബ്രിക്കിലാട്ടോ വന്നേക്കുന്നത്. ഇതുപോലെ ഒരു അബ്സ്ട്രാക്ട് ഡിഫറെൻറ്റ് ഫീൽ തന്നെയാണ് ഇതിന് വരുന്നത്. ഫ്ലോറൽ ഡിസൈനും ലീഫ് പാറ്റേണും സ്ട്രൈപ്സും ഒക്കെ കൊടുത്താണ് ഇത് ദുപ്പട്ട ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ 4 കോർണറിൽ ടാസൽസ് വന്നിട്ടുണ്ട്. ബോട്ടം വരുന്നത് ഇതിൻ്റെ ഷാൻറ്റൂണിലാണ്. നമുക്കിതിൽ ഒരു കളറും കൂടെ ഉണ്ട്, നല്ലൊരു മിഡ് നൈറ്റ് ബ്ലൂ ആണ്. ഈ ഒരു ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ മിഡ് നൈറ്റ് ബ്ലൂവിൽ അതേ സെയിം പാറ്റേണിൽ കളറാണെങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ദുപ്പട്ട, പിന്നെ ബോട്ടം. ഈ അടുത്ത ഡിസൈൻ വരുന്നത് വിസ്കോസ് ഓർഗാൻസ ഫാബ്രിക്കിലാണ്. ഇതും ഇതുപോലെ തന്നെയാണ്, ഒരു ഡിസൈനർ പാറ്റേണിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ്. നെക്കിലേക്കൊക്കെ നല്ല ഭംഗിയായിട്ട് ഹാൻഡ് വർക്കും ടാസൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ആ ഫ്രണ്ട് പോർഷനിലോട്ട് ഉണ്ട്, ഈ ഒരു പോർഷനിലോട്ട് വലിയ ഫ്ലവർ പാറ്റേണിലുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് വന്നേക്കുന്നത്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യെല്ലോ ഷെയ്ഡെന്ന് പറഞ്ഞാൽ നല്ലൊരു യെല്ലോ ആണ്, വളരെ പ്ലസൻ്റ് ആയിട്ടൊരു യെല്ലോ ഷെയ്ഡാണ്. സ്ലീവ്സിന് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് അഡീഷണൽ ആയിട്ട് ഫാബ്രിക് ഉണ്ട്. ബാക്ക് സൈഡ് ഇതിൻ്റെ പ്ലെയിൻ ആയിട്ട് തന്നെ വരും. പിന്നെ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോഴും ഓർഗാൻസ തന്നെയാണ്, വിസ്കോസ് ഓർഗാൻസയിലാണ്. അതിലേക്ക് ഈ ഒരു പോർഷനിലുള്ള ഫ്ലോറൽ ഡിസൈനുള്ള പ്രിൻസ് ആണ് ഇതിലോട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഡിജിറ്റൽ പാറ്റേണിൽ വന്നിരിക്കുന്ന പ്രിൻ്റാണ്. പിന്നെ ഇതിൻ്റെ 4 കോർണറിലായിട്ട് ടാസൽസ്, ആ ഒരു പേൾ പാറ്റേണിലുള്ള ടാസൽസും ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ. മസിൽ സിൽക്ക് ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഈ ഒരു ഡിസൈനും ഡിഫറെൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റി ലാവൻഡർ ഷെയ്ഡിലോട്ടാണ്. യോക്കിലേക്കൊക്കെ നല്ല ഹെവി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനോട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് മിറേഴ്സ് ആണ്. പിന്നെ ഫുൾ ത്രെഡ് വർക്കായിട്ടാണ് വന്നേക്കുന്നത്. ഇത് മെഷീൻ എംബ്രോയ്ഡറി ആയിട്ടുള്ള വർക്കാണ്. അപ്പോൾ ഇതിലോട്ടെല്ലാം നെക്ക് ഓൾറെഡി ഇതിലുണ്ട്. പിന്നെ അതെല്ലാം നമുക്കൊരു ഓപ്പൺ റൗണ്ട് നെക്കൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ അതുപോലെയും ചെയ്യാം. വി നെക്കാണെങ്കിലും ആ ഒരു നെക്കും ഇതിൽ നിന്ന് മാറ്റിയെടുത്ത് ചെയ്യാവുന്നതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ താഴോട്ട് ആ ഫ്ലോറൽ ഡിജിറ്റൽ പാറ്റേൺ, അതുപോലെ തന്നെ ഏറ്റവും എൻഡിലായിട്ടുള്ള ക്രോഷ്യ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡും അതുപോലെ ആ ഫ്ലോറൽ ഡിസൈൻ വന്നേക്കുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇത് നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. പിന്നെ അടുത്തതിൻ്റെ ദുപ്പട്ടയാണ്, അതും വന്നേക്കുന്ന മസിൽ സിൽക്കിൽ. അതിലോട്ട് കംപ്ലീറ്റ്ലി ആ ഫ്ലോറൽ പ്രിൻ്റാണ് വരുന്നത്. അപ്പോൾ ആ ലാവൻഡർ ഷെയ്ഡിലോട്ട് ആ പിങ്ക് കളർ കോമ്പിനേഷനൊക്കെ ആയിട്ട് വളരെ ഭംഗിയായിട്ടുണ്ട്. ചുറ്റും ക്രോഷ്യ ലേസിൻ്റെ ഡീറ്റെയിലിംഗ്, പിന്നെ ഇതിൻ്റെ ടാസൽസും വന്നേക്കുന്ന ക്രോഷ്യ ത്രെഡും കൊണ്ട് ചെയ്തെടുത്തിരിക്കുന്ന ടാസൽസാണ് വന്നേക്കുന്നത്. ഇതും ഒരു നല്ല ഭംഗിയായിട്ടുണ്ട്. ബോട്ടം വന്നിരിക്കുന്ന ഷാൻറ്റൂൺ. ഇനി കാണുന്നത് ചന്തേരി സിൽക്കിൽ വന്നിരിക്കുന്നതാണ്. ഇതും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നതൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സെറ്റുകളാണ്. അപ്പോൾ ഇതിലേക്ക് കംപ്ലീറ്റ്ലി ഒരു ബ്ലാക്ക് കളർ ത്രെഡ് വർക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഷെയ്ഡ് വരുമ്പോൾ ഒലീവ് ഗ്രീൻ ആണ്, ഒരു ഡസ്റ്റി ഒലീവ്, ലൈറ്റ് ഒലീവ് ഗ്രീൻ. താഴോട്ട് ഒരു 3 പാനൽ ഫീലിലാണ് ഇത് എംബ്രോയ്ഡറി ഒക്കെ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എൻഡിലേക്ക് ഇങ്ങനെ സ്കാലപ്പ് ഡീറ്റെയിലിങ്ങും ഒക്കെ വന്നിട്ടുണ്ട് ഫ്രണ്ട് പോർഷനിലായിട്ട്. ബാക്ക് സൈഡ് ഫുൾ പ്ലെയിൻ ആയിട്ട് തന്നെ വരും. ദുപ്പട്ട വന്നിരിക്കുന്നതും ചന്തേരിയിൽ തന്നെയാണ്. ഇതുപോലെയാണ് ദുപ്പട്ട ഡിസൈൻ ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് ആ സ്കാലപ്പ് ബോർഡർ വന്നിട്ടുണ്ട്. ഇതുപോലെ ഒരു വലിയ ഫ്ലവർ പാറ്റേണിലുള്ള എംബ്രോയ്ഡറി ദുപ്പട്ടയുടെ ഒരു കോർണറിലായിട്ട്, ഇങ്ങനെ ഓപ്പോസിറ്റ് കോർണറിലായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ ഷാൻറ്റൂൺ. ഇതിൽ നമുക്ക് ഒരു കളറും കൂടെ അവൈലബിൾ ആണ്. അത് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു
മൗ പിങ്ക് ടോണിലോട്ടാണ്. അതേ സെയിം ഡിസൈനിൽ തന്നെ. ദുപ്പട്ട വന്നിരിക്കുന്നതും ചന്തേരിയിൽ തന്നെയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബോട്ടം അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളിന്ന് കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക, www.dctclothing.store.